40 വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് ഒരു ക്രൈം ചെയ്ത് കാണാതായ സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന് ഇന്നലെ 2 ചാനലുകൾ വാർത്ത കൊടുക്കുന്നു. അതിലൊരു ചാനൽ അത് ഉറപ്പിച്ച് പറയുന്നു, സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തിയിരിക്കുന്നു, കീഴടങ്ങുന്നതാണ് നല്ലത് എന്ന അന്ത്യശാസനമൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്ന മട്ടിൽ അത്ര ഉറപ്പിച്ചു ആ ചാനൽ. അതിനുശേഷം ഇപ്പോൾ കേരളത്തിലെ പോലീസ് അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷനിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിക്കുന്നു. വളരെ പെട്ടെന്ന് ഇന്ന് രാവിലെ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ആ ചാനൽ ഇപ്പോൾ താമസിക്കുന്നയാളുടെ വ്യാജ പാസ്പോർട്ട് എന്ന പേരിലോ മറ്റൊരു പാസ്പോർട്ടിൻ്റെ ചിത്രം പുറത്തുവിടുകയും, എന്നാൽ അത് വ്യാജ പാസ്പോർട്ടല്ല, അങ്ങനെ ഒരു മനുഷ്യൻ ശരിക്കുമുണ്ട്, അയാൾ തൃശ്ശൂർ സ്വദേശിയാണ്, അയാൾക്ക് ബന്ധുക്കൾ ഇവിടെയുണ്ട്, ആ ബന്ധുക്കൾ ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പോലീസ് അവിടെ വീട്ടിൽ ചെല്ലുന്നു, പരിശോധിക്കുന്നു. പ്രാഥമികമായി തന്നെ ഞങ്ങൾക്ക് നേരത്തെ വന്ന വാർത്ത വ്യാജമാണെന്നും അവിടെ താമസിക്കുന്ന സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ പുറത്തു വന്ന ഫോട്ടോഗ്രാഫ്സ് ഇദ്ദേഹത്തിൻ്റെതാണ്, പാസ്പോർട്ട് ഇദ്ദേഹത്തിൻ്റെതാണ് എന്ന് പോലീസ് പറയുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അതിന് കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നു, അതായത് ഇപ്പോൾ ഈ ചിത്രത്തിൽ വന്നിട്ടുള്ള ആൾ ഇപ്പോൾ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് എന്ന മട്ടിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഒരു 40 വർഷമായിട്ട് കേരളത്തിലെ കുറ്റാന്വേഷണ സംവിധാനങ്ങളെ പിടിച്ചുകുലുക്കുകയും ജനങ്ങൾ ഉദ്യോഗത്തോടെ പലപ്പോഴായി കാത്തിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ഈ സുകുമാരക്കുറുപ്പിൻ്റെ കേസ്. അതിൽ വളരെ പൊടുന്നനെ അയാളെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഒരു മാധ്യമ സ്ഥാപനം വാർത്ത കൊടുക്കുന്നു, അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും ആ സ്ഥാപനം അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല, അത് കാണേണ്ട കാര്യമാണ്. അപ്പോൾ സത്യത്തിൽ ഈ വാർത്ത കൺസ്യൂം ചെയ്യുന്ന മലയാളി എവിടെ നിൽക്കണം എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് എന്ന് തോന്നുന്നു. നമ്മളത് സംസാരിക്കുകയാണ് ആദ്യം. ജിംചേട്ടൻ എന്താണ് തോന്നുന്നത്? ഈ മാധ്യമങ്ങൾ വളരെ പെട്ടെന്ന് കേരളത്തിലെയും ഇന്ത്യയിലെ മൊത്തം സംവിധാനങ്ങൾ അന്വേഷിക്കുന്ന ഒരു കുറ്റവാളിയെ കണ്ടെത്തിയെന്ന് പ്രഖ്യാപിക്കുകയും അതിൽ ആഞ്ഞു നിൽക്കുകയും പരമാവധിയിൽ നിൽക്കുകയും ചെയ്യുന്നു. പോലീസ് ഇപ്പോൾ ഒന്ന് വേറെ ചില കാര്യങ്ങളും പറയുന്നു. അതെ, സുകുമാരക്കുറുപ്പിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഈ 84 സമയത്താണ് സുകുമാരക്കുറുപ്പ് ഈ കൃത്യം ചെയ്യുന്നതും. കേരളം ഞെട്ടിയ വാർത്തയാണ്. അന്ന് ഈ പത്രവാർത്തയിൽ ഒരു പാടത്തേക്ക് ഈ കാറ് മറിയുന്നു, കത്തി അങ്ങ് പോകുന്നു, ആളുകൾ വരുമ്പോഴത്തേക്ക് ആരോ ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇതൊരു ദുരൂഹതയൊക്കെ ഉണ്ടായിരുന്ന ഒരു വാർത്തയാണ്. അതിന് താഴെ ഈ വാർത്തയുമായി ഒരു ബന്ധവുമില്ലാതെ ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ചാക്കോയെ കാണാനില്ലാതെ എന്നൊരു വാർത്തയും ഒരുമിച്ച് പ്രസിദ്ധീകരിച്ചതെന്ന് പറയുന്നത് ഒരേ സമയത്താണ്. ഒരു വളരെ ക്യൂരിയസാണ്. പിന്നെ ഇതിനായിട്ടുള്ള ബന്ധമൊക്കെ തെളിയിക്കപ്പെട്ടു. അന്ന് മുതൽ സുകുമാരക്കുറുപ്പാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് കേരളത്തിൽ ഇടിയുണ്ടെന്നറിയാം. സുകുമാരക്കുറുപ്പ് പൊക്കവും താടിയുള്ളവരൊക്കെ ഇടി വാങ്ങിച്ചിട്ടുണ്ട് കേരളത്തിൽ. പലപ്പോഴും ആളുകൾ വളഞ്ഞു നിർത്തി കുനിച്ച് നിർത്തിച്ച് ഇത്തരം വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നും ഇത്രയും സ്ട്രോങ് അല്ലല്ലോ, കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. കുറേ ഇടി കിട്ടി അവസാനം പോലീസ് പിടിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ഇടിയും കിട്ടിയിട്ടാണ് ഇയാളെ സുകുമാരക്കുറുപ്പ് അല്ല എന്ന് തെളിയുന്നത്. അങ്ങനെ നിരവധി പേർ കേരളത്തിൽ ആ ഹെയർ സ്റ്റൈൽ ഇല്ലാതായത് അതിനെ തുടർന്നാവും ഇഷ്ടംപോലെ പേര് ഇടി വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് മുതൽ എന്നാൽ ഇയാളിത് എവിടെ പോയി എന്നുള്ളത് ഒരു ഭയങ്കര പ്രഹേളികയാണ്. ഒരു തലമുറയെ മുഴുവൻ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച ഒരു സംഭവമാണ്. എത്രയോ ഒരു സമയത്ത് സ്ഥിരമായി സുകുമാരക്കുറുപ്പിൻ്റെ ഈ കൊലപാതകത്തിൻ്റെ വാർഷികത്തിന് സ്റ്റോറി വരും, ചാനലുകൾ വരുമ്പോൾ കേരളത്തിലെ 10 പ്രധാനപ്പെട്ട മിസ്റ്ററിൽ സുകുമാരക്കുറുപ്പ് എവിടെ. എനിക്കന്ന് ഓർമ്മയുണ്ട്, ഈ സർക്കാർ സുകുമാരക്കുറുപ്പിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം അങ്ങനെ പോലും നടന്നിരുന്ന ഒരു കാലത്ത് നിന്നാണ് സുകുമാരക്കുറുപ്പ് എല്ലാവരും മറന്നു തുടങ്ങി. അങ്ങനെ ഭയങ്കര രസകരമായ ആളുകൾ മറന്നുപോയെന്നാണ് ISRO ചാരക്കേസ്. ഇതുപോലെ തന്നെ അത് കുറച്ചുകൂടെ 10 വർഷത്തിന് ശേഷമാണ്. സുകുമാരക്കുറുപ്പ് എന്നാലും ഇയാൾ എവിടെ പോയി കാണും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സുകുമാരക്കുറുപ്പിനെ കുറിച്ചുള്ള ഏത് വാർത്തയും ഒരു രസകരമായ വാർത്തയിൽ പ്രാധാന്യം കിട്ടുമായിരുന്നു. പക്ഷേ പിന്നീട് സുകുമാരക്കുറുപ്പിനെ അറിയാവുന്ന ഒരു തലമുറ അങ്ങ് തീർന്നു. അത് ജേർണലിസത്തിലുമൊക്കെ അങ്ങനെയുള്ള ആളുകളില്ല അന്ന്. അപ്പോൾ ഇത്തവണ വീണ്ടും ഈ സുകുമാരക്കുറുപ്പിൻ്റെ ഒരു ബെയ്റ്റ് പൊങ്ങി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു സമയം കൂടെ ശ്രദ്ധിക്കണം. സുകുമാരക്കുറുപ്പിൻ്റെ സിനിമ വന്നു. അപ്പോൾ ഇത് ഭയങ്കര രസകരമായൊരു സംഭവം ആയതുകൊണ്ടാണ്. സുകുമാരക്കുറുപ്പിൻ്റെ കഥ പിന്നെ ആളുകൾ ഓർക്കുന്നത് ഇത് വന്നതിന് ശേഷമാണ്. സുകുമാരക്കുറുപ്പിൻ്റെ കേസ് ഫയൽ തീർക്കാനായിട്ട് അത് തീർന്നു, അങ്ങനെ ഇനി അയാളില്ല, അയാൾ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞ് അത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ചേർത്തിട്ടാണ് സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഈ വാർത്ത വരും. ഇതിനു മുമ്പ് 96-97 സമയത്താണ് UP ഇയാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു നേഴ്സ് രത്നമ്മ വരുന്നത്. ഞാൻ ഒരു സ്ട്രിങ്ങർ വഴി പണ്ട്, അതായത് 98 ഇവരുടെ അടുത്ത് ഇവരെ സംഘടിപ്പിച്ച് ഇവരുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ UP ഒരു സ്ട്രിങ്ങർ വഴിയൊക്കെ എടുത്ത് അന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് അവരോട് ഉറപ്പിച്ചു പറഞ്ഞത് സുകുമാരക്കുറുപ്പാണ്. അപ്പോൾ അത് സുകുമാരക്കുറുപ്പാണെങ്കിൽ ഇത് സുകുമാരക്കുറുപ്പാവില്ല. കാരണം ഹാർട്ട് പ്രശ്നം, ആരോഗ്യ സംബന്ധമായ വലിയ പ്രശ്നങ്ങളുമായിട്ടാണ് സുകുമാരക്കുറുപ്പ് അന്ന് ചികിത്സ തേടി. എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എന്തോ ആട്ടെ, പക്ഷേ ഇത് സുകുമാരക്കുറുപ്പ് വല്ലാത്തൊരു ബെയ്റ്റാണ്. നമ്മൾ ആരെയും കുറ്റം പറയണ്ട, ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷേ സുകുമാരക്കുറുപ്പ് നമുക്ക് ഒരുപാട് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സുകുമാരക്കുറുപ്പിന് 80-84 വയസ്സായിരിക്കണം. അപ്പോഴും നമ്മൾ കാണുന്ന സുകുമാരക്കുറുപ്പിൻ്റെ ചിത്രം എന്താ, ചാൾസ് ശോഭരാജ് ചിരിച്ചു നിൽക്കുന്ന പോലത്തെ
ഒരു പടമാണ്. ഇത് സുകുമാരക്കുറുപ്പ് തന്നെ എന്ന് വിശ്വസിക്കാനാണ് ആ കാലം മുതൽ കുറുപ്പ് എവിടെ പോയി എന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്ന ആളുകൾക്കും മലയാളിക്കും ആ തലമുറയ്ക്കൊക്കെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇത് എളുപ്പം ആളുകൾ വിശ്വസിക്കും. കുറുപ്പ് അങ്ങനത്തെ ഒരു പ്രഹേളികയാണ്. ഇപ്പോഴും ഉറപ്പൊന്നും ആയിട്ടില്ല, പക്ഷേ എന്നാലും ഏതാണ്ട് ഒരു 99% ഉറപ്പായിട്ടുണ്ട് കുറുപ്പ് അല്ല, അത് വേറൊരു മനുഷ്യൻ തന്നെയാണ്. കാരണം 2 മാസം മുമ്പ് ഏത് കാര്യത്തിലും ഉറപ്പില്ലാത്തത്? ഈ 2 മാസം മുമ്പ് അല്ല, വരട്ടെ, അയാൾ മുമ്പേ വരട്ടെ നമ്മുടെ അത് ഇയാൾ 2 മാസം മുമ്പ് നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് കയറ്റി വിടണം എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യുന്നു. അയാളും ബ്രൂണക്കാരനാണ്, അതൊക്കെ ഉണ്ട്. എന്നാലും അയാൾ മുമ്പിൽ വന്നില്ലല്ലോ എന്നുള്ള ഒരു ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളത് മുമ്പിൽ വന്നിട്ട് നമുക്ക് അവസാനത്തെ ആണി അടിക്കാം. അജിം സടങ്ങ് അത്രയും അവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ അതിനകത്ത് കാണുന്നത് ഈ സുകുമാരക്കുറുപ്പ് വളരെ എല്ലാവരെയും പ്രലോഭിപ്പിക്കുന്ന ഒരു വല്ലാത്ത ബെയ്റ്റാണ്. കുറുപ്പ് അങ്ങനെ ഒരു സംഭവമാണ്. ഒരുപാട് ആൾ, എന്നാലും അയാൾ എവിടെ പോയി കാണും. ഇതിന് ഒരു കഥ കൂടെ പറയാം. ഇത് ഇത്രയും വലിയ കോൺട്രവേഴ്സിയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിലൊരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ വിദേശത്ത് പോയി സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ അവിടുത്തെ അംബാസഡറെ കാണാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് വലിയ കോൺട്രവേഴ്സി ആയിരുന്നു. അതും സുകുമാരക്കുറുപ്പ് തന്നെയായിരുന്നു. ഈ സുകുമാരക്കുറുപ്പ് സൗദി അറേബ്യയിൽ മതം മാറി ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയാണ്. കുറുപ്പ് അവിടെ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചാണ് ഈ ഉദ്യോഗസ്ഥൻ ഗൾഫിൽ പോകുന്നത്. അവിടുത്തെ അംബാസഡറെ, അതായത് ഇന്ത്യൻ അംബാസഡറെയാണ് കാണാൻ പോകുന്നത്. ചുമ്മാ ചെന്ന് കാണാൻ പറ്റുന്ന ആളാണല്ലോ. അത് വലിയ പ്രശ്നമായി, നയതന്ത്ര തലത്തിൽ ഇഷ്യൂ ആയി. പക്ഷേ അപ്പോഴും സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ പോയത് അന്ന് അദ്ദേഹം ഊരാൻ പെട്ട പാട് ചില്ലറയൊന്നുമല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാർക്ക് അന്ന് പണി കൊടുത്തു, ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാർക്ക് പണി കൊടുക്കാനായി സുകുമാരക്കുറുപ്പിൻ്റെ കഥ ഇപ്പോഴും നിൽക്കുകയാണ്. അജിം സാഹിബ്, ഇന്നലെ കേരളത്തിലൊരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം വളരെ ആധികാരിക സ്വഭാവത്തിൽ ഈ വാർത്ത കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ 100% എന്താണ് കൺഫേംഡ് എന്ന നിലയ്ക്ക്. പക്ഷേ വൈകുന്നേരം സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഈ വാർത്തയിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തവശം, ബഹുഭൂരിപക്ഷം മനുഷ്യർ ഈ വാർത്ത തള്ളിക്കളയുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്തു. ഈ ഇൻസ്റ്റഗ്രാമിൽ നിറയെ ട്രോളുകളുണ്ട്. കംപ്ലീറ്റ് നമ്മൾ കാണുന്ന മുഴുവൻ ഒന്നുകിൽ പരിഹാസങ്ങൾ, അല്ലെങ്കിൽ ട്രോളുകൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ലോജിക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളെയാണ് കാണുന്നത്. അപ്പോൾ ഒരു വാർത്ത ഇത്രയും ഫോഴ്സ്ഫുള്ളി ആധികാരികത നിറച്ചു കൊടുക്കുമ്പോഴും ജനം എടുക്കാതിരിക്കുന്നു എന്നൊരു സവിശേഷത കണ്ടു. അതിനെ എങ്ങനെയാണ്, അതിൽ നിന്നെന്താണ് മാധ്യമങ്ങൾ മനസ്സിലാക്കണം ചോദിക്കാൻ? ഈ നമ്മൾ ഇന്നലെ ഫൈനൽ ആർഗ്യുമെൻറ്റ് ചർച്ച ചെയ്യുമ്പോൾ ഞാനൊരു ഡയലോഗ് പറഞ്ഞിരുന്നു. ഏതോ ഒരു നിഷ്കളങ്കനും നിരപരാധിയുമായ ആൾ പീഡിപ്പിക്കാൻ പോവുകയാണ്. ഇത് നമ്മളത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കെന്തോ ഒരു പ്രൊഫറ്റിക് കഴിവുള്ളതുകൊണ്ടോ അതൊന്നുമല്ല. ഇപ്പോൾ ഈ പോലീസുകാർക്കും ജേർണലിസ്റ്റുകൾക്കും സാമാന്യന് കിട്ടുന്ന ഒരു സ്കില്ല്, അതിനെ സ്കിൽ എന്നാണ് പറയുക, എക്സ്പീരിയൻസ് വഴി കിട്ടുന്ന സ്കില്ല്, ഒരാളെ കാണുമ്പോൾ, ഒരു സംഭവം കാണുമ്പോൾ അവർക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ടാവും. ഒരു കള്ളം നിൽക്കുകയാണ്, ഒരു പോലീസുകാരൻ നോക്കുവാണെങ്കിൽ അയാൾ ഉള്ളിൽ കള്ളത്തരം ഉണ്ട്, അയാൾക്ക് പെട്ടെന്ന് അത് ഫീൽ ചെയ്യും, അയാൾ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നു വരും. ഇത് മാധ്യമപ്രവർത്തകർക്കും കിട്ടുന്നൊരു സ്കില്ലാണ്. പക്ഷേ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ട്രഡീഷണൽ മീഡിയ മാധ്യമപ്രവർത്തനം വലിയ നാണക്കേടായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മാധ്യമപ്രവർത്തനം മാപ്രകൾ എന്ന് വിളിച്ച് കളിയാക്കുന്ന ഒരു സമയമാണ്. ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് മാധ്യമപ്രവർത്തകർ തന്നെയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, ഇതൊരു സത്യാനന്തര കാലമാണ്, മിസ്ഇൻഫർമേഷൻ്റെ കാലമാണ്. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട യഥാർത്ഥത്തിലുള്ള പണി മിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കടലിൽ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് വൃത്തിയായിട്ട് ചെയ്യുക, അത് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഒന്ന് മാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും വില പോകാനുള്ള കാരണം തന്നെ ഇത് സത്യാനന്തര കാലമായതുകൊണ്ടാണ്. അവിടെ നമ്മൾ കയറിയിട്ട് ഇതല്ലാത്തൊരു പണി ചെയ്യരുത്. അത് ഈ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ ബാധിക്കുന്ന, ഈ ഒരു ഇൻഡസ്ട്രിയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ള ഒരു കാര്യം. ഞാനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകിയ മാധ്യമങ്ങളുടെ വാർത്തകൾ ഞാൻ ഇന്നാണ് ശ്രദ്ധിച്ച് കേൾക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, ഒരാൾ നമ്മൾ വിളിച്ച് പറയുകയാണ് ബ്രൂണയിൽ സുകുമാരക്കുറുപ്പുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? ഓക്കെ, അതിനാധാരമായ എന്തെങ്കിലും എവിഡൻസ്, അയാൾ സുകുമാരക്കുറുപ്പാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന എന്ത് എവിഡൻസ് ആണുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ ഇന്ന് ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഈ ഇൻഫർമേഷൻ ഒരു മാധ്യമ സ്ഥാപനത്തിൽ കൈമാറിയ ഒരു വ്യവസായി ദീർഘമായി സംസാരിക്കുന്നുണ്ട് എൻ്റെ ഒരു ആങ്കറുമായിട്ട്. അപ്പോൾ ഇയാൾ പറയുന്നത്, എനിക്ക് 90-കൾ മുതൽ തന്നെ ഇയാളെ പരിചയമുണ്ട്, ഈ സാധുവിനെ. അപ്പോൾ എനിക്ക് അന്ന് മുതലേ സംശയമാണ്, ഇയാളുടെ വേറെ ബേർഡ്സ് എവിടെയാണ്, ഇയാളുടെ പേരെവിടെയാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരിക്കലും അയാളുടെ പ്ലേസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പഴയ പാസ്പോർട്ട് ഇരിക്കുന്നത് കണ്ടു. ഇയാൾ വളരെ ആധികാരികമായിട്ട് പറയാണ്, ആ പാസ്പോർട്ടിൽ അയാളുടെ പേര് സുകുമാരൻ ശിവദാസക്കുറുപ്പ് എന്നാണ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഈ പാസ്പോർട്ട് കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ പെട്ടെന്ന് ഈ പാസ്പോർട്ട് എടുത്തു വെച്ചു. പിന്നെയും ഞാനിതും അങ്ങനെ ഒരു പാസ്പോർട്ട്, സുകുമാരക്കുറുപ്പിൻ്റെ മുഴുവൻ പേര് അതാണ് എന്ന് ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു പാസ്പോർട്ട് കണ്ട ആൾ ഈ 90-കൾ മുതൽ ഈ 2026 വരെ എന്ത് കാത്തിരിക്കുകയായിരുന്നു? അയാളൊരു വ്യവസായിയാണ് അവിടെ ബ്രൂണയിൽ. അയാൾക്ക് എംബസിയിൽ അറിയിച്ചാൽ പോലെ ഇന്ന ആളുടെ കയ്യിൽ ഇങ്ങനെ ഒരു പാസ്പോർട്ട് ഞാൻ കണ്ടു, ഇത് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ പോലെ. അപ്പോൾ ഈ മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ഈ ഒരു സാധുവിനെ
സുകുമാരക്കുറുപ്പായിട്ട് തെറ്റിദ്ധരിച്ച് ഇങ്ങനൊരു വിവരം നൽകിയതെന്നുള്ളതാണ് അന്വേഷിക്കപ്പെടേണ്ടത്. ഇയാൾ വളരെ ആധികാരികമായിട്ട് പറയുകയാണ്, അത് അയാൾ തന്നെ. അപ്പോൾ ഇത് ഇയാൾ പറയുകയാണ്. ഇത് കേൾക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, മാധ്യമ സ്ഥാപനം എന്താ ആദ്യം ചെയ്യേണ്ടത്? അത് ക്രോസ് ചെക്ക് ചെയ്യണം. എൻ്റെ ഒരു സുഹൃത്ത് കൂടി ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇയാളെ തപ്പി ബ്രൂണയിൽ പോയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അയാൾ വർഷങ്ങളായിട്ട് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ദീർഘനാൾ പരിശീലനം കിട്ടിയ, ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും മികച്ചൊരു മാധ്യമ സ്ഥാപനത്തിൽ ദീർഘനാൾ പരിശീലനം കിട്ടിയ ഒരാളാണ്. അയാളെ പറഞ്ഞയക്കുകയാണ് ബ്രൂണയിലേക്ക്. അദ്ദേഹം പോയിട്ട് ഈ പറയുന്ന വ്യക്തി പറയുന്ന ഫാം ഹൗസിന് മുമ്പിൽ പോയി ഒന്ന് റിപ്പോർട്ട് ചെയ്യുക, ഇതിനകത്ത് ഇപ്പോൾ അയാളുണ്ട്, ഇന്നലെ രാത്രി അയാൾ അവിടെ ഉണ്ടായിരുന്നു, അയാളുടെ ഫോൺ നമ്പർ ട്രാക്ക് ചെയ്താൽ ഇപ്പോൾ കിട്ടാം. ഇതൊക്കെ പറയേണ്ടി വരികയാണ്. ഞാൻ പറയുന്നത് ദിസ് ഈസ് നോട്ട് ജേർണലിസം. അൺബിക്കമിങ് ഓഫ് എ ജേർണലിസ്റ്റ് എന്ന് വേണമെങ്കിൽ ഈ ഒരു ഇവൻറ്റിനെ പറയാം. ഞാനിത് ചെറിയ തമാശയായിട്ടല്ല ഇതിനെ കാണുന്നത്. കാരണം ഇത് മുഴുവൻ മാധ്യമങ്ങളുടെയും ക്രെഡിബിലിറ്റിയെ കളയുന്ന ഒരു ഇവൻ്റായിട്ട് ഇതിനെ കാണണം. ഇതിൽ കറക്ഷൻ മാധ്യമങ്ങൾ വരുത്തണം. കാരണം ഒരു തരത്തിലുള്ള രേഖയുമില്ല. ഇവർ തന്നെ പുറത്ത് ഒരു പാസ്വേഡ്, ഞങ്ങളുടെ കയ്യിൽ മുഴുവൻ രേഖകളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു മാധ്യമ സ്ഥാപനത്തിലെ ആങ്കർമാർ ഭയങ്കരമായിട്ട് ഇതിനാഘോഷിക്കുന്നത്. അപ്പോൾ അതിലൊരു മുമ്പ് ഈ കേസ് അന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറയുന്നുണ്ട്, ഇതിലേറ്റവും ക്രെഡിബിളായിട്ട് പോലീസിന് മുമ്പിലുള്ള വിവരം 1990 എത്ര വർഷം മുമ്പാണെന്ന് ആലോചിക്കണം, 36 വർഷം മുമ്പ് 1990 ഈ പറയുന്ന രത്നമ്മ സംഭവം, രത്നമ്മ എന്ന് പറഞ്ഞ നേഴ്സ് ആ മനുഷ്യനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസിന് വിവരം കൊടുക്കുന്നു. അയാളുടെ പേര് ഇത് തന്നെയാണ്, എല്ലാ ഇതും ശരിയാണ്. അയാൾ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ICUയിൽ പ്രവേശിക്കേണ്ട സ്റ്റേജിലാണ് ആശുപത്രിയിൽ വരുന്നത്. അപ്പോൾ ഇയാളെ പരിശോധിച്ച ഡോക്ടറെ ഈ പോലീസുകാർ പോയി കണ്ടു. അവർ പറഞ്ഞ ഈ ഫോട്ടോയെ കാണിച്ചു, ഇതൊക്കെ ശരിയാണ്, ഏതാണ്ട് ആ രൂപം തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ് 24 മണിക്കൂറിൽ കൂടുതൽ അയാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. കാരണം അയാൾ ICUയിൽ അഡ്മിറ്റ് ചെയ്യാൻ അയാൾ സമ്മതിച്ചിട്ടുണ്ടായില്ല. അയാൾ ഡിസ്ചാർജ് വാങ്ങി പോവുകയാണ് ചെയ്തത്. 24 മണിക്കൂറിൽ കൂടുതൽ അയാൾ ജീവിച്ചിരിക്കില്ല. അവർ 1990 തന്നെ മരിച്ചു എന്ന് പോലീസ് വിശ്വസിക്കുന്ന ഒരാളെക്കുറിച്ചാണ് 2026 ഏതോ ഒരു നിരപരാധിയുടെ ഫോട്ടോയും കൊടുത്തുകൊണ്ട് ഒരു പാസ്പോർട്ടും പുറത്തുവിട്ട് ഏതോ ഒരു മനുഷ്യനെ മണിക്കൂറുകളോളം ലൈവിൽ നിർത്തി ഞാൻ കണ്ടതാണ്, ഞാൻ പാസ്പോർട്ട് കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആലോചിച്ചോ. ഇപ്പോൾ ഇവർ പുറത്തുവിടുന്ന മനുഷ്യൻ, അയാളുടെ കുടുംബക്കാർ പറയുന്നത് ശരിയാണെങ്കിൽ അയാൾ ഒരു പണ്ടേ മലേഷ്യ എന്ന് പറഞ്ഞാൽ പണ്ട് മലയാളികൾ നാട് വിട്ട് പോകുന്നൊരു സ്ഥലമാണ്. നാട് വിട്ട് തന്നെ പോകുന്ന സ്ഥലമാണ്. നാട് വിട്ട് പോയി ഉരുവിലൊക്കെ പോയി അവിടെ പോയി പല ജോലിയും ചെയ്ത് ജീവിക്കുന്ന മലയ എന്നാണ് അന്നറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ പോയി അവിടെ നിന്ന് തന്നെ കല്യാണം കഴിച്ചു. അവിടെ നിന്ന് തന്നെയാണ് കല്യാണം കഴിച്ചത്. ആ മനുഷ്യൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുടുംബം അയാൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. അയാൾ രോഗിയാണ്. അപ്പോൾ അയാളൊരു ഡെസ്റ്റിറ്റ്യൂട്ടായി മാറിയിരിക്കുന്നു. അയാളെ എന്ത് ചെയ്യണം, റീഹാബിലിറ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ എംബസി നോർക്കയ്ക്ക് കത്തയച്ച ആ കത്താണ് നമ്മൾ പുറത്തു വിട്ടത്. ഒരു ഗതിയും പരഗതിയില്ലാത്തൊരു മനുഷ്യൻ. അയാൾ സംസാരിക്കുന്നത് നമുക്ക് സങ്കടം വരും. ഒരുപക്ഷെ ഡിമെൻഷ്യ ഒക്കെ ഉണ്ടാകും, 80-82 വയസ്സുണ്ടായത് ഡിമെൻഷ്യ ഉള്ളൊരു മനുഷ്യനാണ്. അയാൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരു മനുഷ്യനെ വേറൊരു നാട്ടിൽ അയാളുടെ ജന്മദേശത്ത് കുറേ അധികം അയാളുടെ ഫോട്ടോ കാണിച്ച് ഇത് സുകുമാരക്കുറുപ്പാണ് എന്ന് പറഞ്ഞ് ഹണ്ട് ഡൗൺ ചെയ്യുകയാണ്. ദിസ് ഈസ് റിഡിക്യുലസ് നിഷാദ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കുള്ളൊരു പാഠമാണ്. ഒന്നാമത്തെ കാര്യം, എഡിറ്റർ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൻ്റെ ബാക്ക് ബോണാണ്. ഒരു എഡിറ്റർ ഇല്ലാതെ ഒരു മാധ്യമ സ്ഥാപനം റൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വലിയ വീഴ്ചകളൊന്നാണിത് എന്നാണ് ഞാൻ പറയുക. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ഓർഗനൈസേഷനിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാകും നമ്മൾ ഈ ചെയ്യുന്നത് കടന്ന കൈയാണെന്ന്. ഒരാൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒന്നിലധികം പേർക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ബിഗ് എക്സ്ക്ലൂസീവ് ആകുമ്പോൾ എല്ലാവർക്കും ഇൻഫോംഡ് ആയിരിക്കില്ല. ഇൻഫോംഡ് ആയിരിക്കില്ല അല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ രേഖകളുണ്ട്, ഇയാൾ സുകുമാരക്കുറുപ്പാണെന്ന് തെളിയിക്കുന്ന രേഖകളുണ്ടെന്ന് ഒരു ഓണറിൽ ഒരാളൊന്ന് പറയണമെങ്കിൽ എന്ത് രേഖയാണെന്നെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന ബാക്കിൽ ഡെസ്കിൽ ആളുകൾ ആലോചിക്കില്ലേ, എന്ത് രേഖയെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്, എന്ത് രേഖയുണ്ടെന്നാണ് പറയുന്നത്, എങ്ങനെയാണ് ഇയാൾ സുകുമാരക്കുറുപ്പാണെന്ന് നമ്മൾ തെളിയിക്കുക എന്ന് എനിക്ക് തോന്നുന്നു ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികൾ പോലും സംശയം വരും എന്നാണ് തോന്നുന്നത്. ഇത് ശരിക്കും നാണക്കേടാണ് എന്ന് എനിക്ക് പറയാം. ഓക്കെ, സോഷ്യൽ മീഡിയ വന്ന കാലത്ത് എല്ലാവരും പരമ്പരാഗത മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രത്യേകത എന്താണ്, അതിൻ്റെ സവിശേഷത എന്താണ്, അതിൻ്റെ നിലനിൽക്കണം ചോദിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ മറുപടിയുള്ള ഒന്നായിരുന്നു പരമ്പരാഗത മാധ്യമങ്ങൾക്ക് ഒരു എഡിറ്ററുണ്ട്, അത് ലൈസൻസ് നോംസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്, അവിടെ വരുന്ന വാർത്തകൾക്ക് ഉത്തരവാദികളുണ്ടായിരിക്കുമെന്നാണ്. അത് പ്രധാന സംഗതിയാണ്. എഡിറ്റർ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരു വ്യക്തി ഉണ്ടാവുക എന്നുള്ളതല്ല, ഒരു സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. അവിടെ വരുന്ന വിവരങ്ങൾ, ഒരു ദിവസം ഓരോ മാധ്യമ സ്ഥാപനത്തിലേക്കും 100 കണക്കിന് വിവരങ്ങൾ വാർത്തകളുടെ രൂപത്തിൽ വരും. അപ്പോൾ പരിശോധിക്കുക, അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, ആധികാരികമായി അത് പുറത്തുവിടുക എന്ന സിസ്റ്റത്തെയാണ് നമ്മൾ എഡിറ്റർ എന്ന് കൂടി വിളിക്കുക. അതിൻ്റെ വിശ്വാസ്യതയെ കൂടി ഇല്ലാതാക്കിയാൽ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന യൂട്യൂബ് അക്കൗണ്ടുകളും പരമ്പരാഗത അല്ലെങ്കിൽ മുൻനിര മാധ്യമ സ്ഥാപനങ്ങളും തമ്മിലുള്ള അകലം ഇല്ലാതാവുന്നുവെന്ന ഭയാനകമായൊരു കാര്യം കൂടി നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരികയാണ്.